ഇല്ലയോ? നിങ്ങൾക്ക് കുറവുകളാണോ? നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾ തൊടുന്നതെല്ലാം പിഴയ്ക്കുവാണോ? നിങ്ങൾ ആരുടെ എടുക്കാൻ പോകണ്ട, യേശുവിനെ പിടിച്ചോ. യേശുവിനെ പിടിച്ചോ, നിങ്ങൾ തൊടുന്നതെല്ലാം സാധിക്കും. അങ്ങനെ വാഗ്ദത്തമുണ്ട്, നിങ്ങൾ തൊടുന്നതെല്ലാം സാധിക്കും. നിങ്ങൾ ജീവിതാവസ്ഥ നിങ്ങൾ പറയും, ഞാൻ തൊട്ടതെല്ലാം സാധിച്ചു എന്ന് പറയുമാറ് നിങ്ങളുടെ സാക്ഷ്യമാക്കാൻ കഴിവുള്ള ഒരു യേശു എന്ന് ജീവിക്കുന്നു. നിങ്ങൾ ജീവിതം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിങ്ങൾ ജീവിതം കൊടുത്തു. സഹായിക്കാൻ യേശു വന്നാൽ രക്ഷപ്പെടും. സഹായിക്കാൻ മനുഷ്യൻ വരുമ്പോൾ ഭയപ്പെടും. അമ്മേ, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടണ്ട. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടുന്നു. മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടും. നിങ്ങൾ എത്ര കണക്കാണ് മിണ്ടാതിരുന്നു. മിണ്ടാതെ ഇരുന്ന് ദൈവത്തിന്റെ വലിപ്പം നിങ്ങൾ അറിയും. ദൈവത്തിന്റെ കരം കാണണമെങ്കിൽ നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടണ്ട, യേശുവിന്റെ മുമ്പിൽ കൈ നീട്ട. യേശുവിന്റെ മുമ്പിൽ മുട്ടുമടയ്ക്കാൻ നിങ്ങൾ ഓരോ വ്യക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കാൻ തീർന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർ ഇങ്ങനെ നിൽക്കും. മറ്റുള്ളവർ പറയണം, ഇത് ഉറപ്പായി ദൈവം ചെയ്ത. അതുപോലെ ഒരു കണക്ഷനും ഇല്ലാതെ നിങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലായിരിക്കും, നിങ്ങളെ പരിചയപ്പെടുത്താൻ ആരും ഇല്ലായിരിക്കും, നിങ്ങൾക്ക് ഇന്റർവ്യൂ ബോർഡിൽ ആരും ഇല്ലായിരിക്കും, നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും. അതൊന്നും കർത്താൻ വിഷയമല്ല. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചെയ്ത് കാണിക്കാം. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യാൻ കഴിവുണ്ടെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ ചെയ്ത് കാണിക്കാം. നിനക്ക് വിശ്വാസമുണ്ടോ? എല്ലാ പിടിയങ്ങ് വിട്ട് മനുഷ്യരിലുള്ള ആശ്രയം അങ്ങ് വിട്ട് നമ്മൾ ഇത്ര നാൾ ജീവിച്ചു വരുന്ന നമുക്ക് ഒരു ഐഡിയ ഉണ്ട് എങ്ങനെ ജീവിക്കണമെന്ന്. ആ പിടി അങ്ങ് വിട്ട്, ആ പിടിയും കൂടെ വിട്. ഞാൻ പറയുന്ന പോലെ ജീവിക്കും. തീർന്ന് വരുമ്പോഴും പേഴ്സിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാതെ വരുമ്പോഴും ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടാണ് വരുത്തില്ല. ഞാൻ വീട്ടത്തില്ല. യേശുവിന്റെ പ്രൊവിഷൻ കാണും. നിങ്ങൾ അങ്ങനെ തീരുമാനത്തിൽ നിങ്ങൾ അത് കണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ വേറെ ഒരു വഴി കണ്ടുവച്ചിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന്റെ പ്രൊവിഷൻ കാണാറ്. ആമേൻ, ഹല്ലേലൂയ. ഭയപ്പെടുവാണെങ്കിൽ യേശുവിന്റെ അടുക്കലോട്ട്, ഭയപ്പെടുവാണെങ്കിൽ യേശുവിന്റെ അടുക്കലോട്ട് ബ്രദറെ വിളിച്ചാൽ പോരാ. ബ്രദർ അല്ല വിടുവിക്കുന്നേ, യേശു വിടുവിക്കുന്നേ. ഹല്ലേലൂയ. ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുകയും യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി. യഹൂദയൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. കഹാത്യരും കൊരേഹ്യരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. പിന്നെ അവർ അതികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. വിഷയമായതുകൊണ്ട് താമസിക്കാമെന്ന് വിചാരിച്ചില്ല. അധികാലത്തേക്ക് എഴുന്നേറ്റു. വിഷയങ്ങളോട് അങ്ങനെ വേണം. രാവിലെ എഴുന്നേക്കണം. ദൈവത്തിൽ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വെച്ചോണ്ടിരിക്കില്ല, അങ്ങ് ഇറങ്ങിക്കുവാണ്. സംസാരിക്കുക. നിങ്ങൾ ഉറപ്പുകൊണ്ട് കർത്താവ് സംസാരിച്ചു. നിങ്ങൾ വീണ്ടും വെച്ചോണ്ടിരിക്കുക. ഒന്നുകൂടെ കർത്താവ് ഒന്നുകൂടെ ഇല്ല. നിങ്ങൾ ശബ്ദം കേൾക്കുന്നതായി ഇറങ്ങിക്കോ. കർത്താവിന്റെ പേരെ കിടക്കുന്ന കാര്യം മാത്രമല്ല, നിങ്ങളോട് കർത്താവ് സംസാരിച്ചതായി ഇറങ്ങിക്കോ. തുടങ്ങാനാവോ എന്തു ആയിക്കോട്ടെ, കർത്താവ് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇറങ്ങിക്കോ. വീണ്ടും ഒരു കൺഫർമേഷന് വേണ്ടി ഇരിക്കേണ്ട, ഇറങ്ങിക്കോ. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. വിടേണ്ടത് വിട്ടിട്ടാണേലും ഇറങ്ങിക്കോ. എത്ര വലുതാണേലും ഇറങ്ങിക്കോ. ഹല്ലേലൂയ. എന്നിട്ട് സംഭവിച്ചു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട് യഹൂദ്യരും യെരൂശലേം നിവാസികളും ആയുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളുടെ ദൈവമായ യഹോവയെ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരും വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു.
പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പാൻ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലുവാനും ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. When he had consulted with the people, he appointed singers unto the Lord and that should praise the beauty of holiness. യഹോവയുടെ വിശുദ്ധിയെ വെളിപ്പെടുത്താൻ, അതിനെപ്പറ്റി പാടാൻ മുമ്പിൽ സിംഗേഴ്സിനെ വെച്ചു, പാട്ട് പാടുന്നവരെ വെച്ചു. യുദ്ധം ചെയ്യാൻ പോവാ. മുമ്പിൽ ആരാ പോന്നെ? പടയാളികളല്ല പോയെ, പാട്ട് പാടുന്നവരാണ്. പാട്ട് പാടുന്നവരല്ലേ ചെയ്യുന്നത്? പാട്ട് പാടുന്നവരാണ്. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു പാറ്റേൺ പ്ലാൻ? അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? പടയാളികളല്ല യുദ്ധം ചെയ്യാൻ പോയ, പാട്ട് പാടുന്നവരാണ്. നിങ്ങളുടെ ഒരു പാട്ടിന് നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാനുള്ള ശക്തിയുണ്ട്. വെറുതെ പാട്ട് പാടി ഹല്ലേലൂയ സ്തോത്രം പാടി പോവല്ല. നിങ്ങളുടെ സ്തുതിക്ക് പിശാചിന്റെ കൂട്ടത്തിൽ തകർക്കാൻ, അതിന്റെ കൂട്ടത്തെ തകർക്കാൻ ശക്തിയുണ്ട്. ആമേൻ. കുഞ്ഞുങ്ങളുടെ മുല കുടിക്കുന്നവരുടെ വായിൽ ഞാൻ ബലം നിയമിച്ചിരിക്കുന്നു. യേശു അങ്ങനെ പറഞ്ഞത്, കുഞ്ഞുങ്ങളുടെ മുല കുടിക്കുന്നവരുടെ വായിൽ ഞാൻ സ്തുതി നിയമിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്തുതിയാ നിങ്ങളുടെ ബലം. നിങ്ങളുടെ സ്തുതി നിങ്ങളുടെ ബലമാണ്. വെറുതെ ആരാധിക്കുവല്ല, അങ്ങനെ ആരാധിക്കുവല്ല. നിങ്ങൾ സ്തുതിക്കുമ്പോൾ അതിനൊരു പദ്ധതി ഉണ്ടല്ലേ? നിങ്ങൾ സ്തുതിക്കുമ്പോൾ അതിന്റെ പുറകിൽ ഞെട്ടുന്ന ഒരു പിശാചുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ സ്തുതിക്കുമ്പോൾ പേടിക്കുന്ന ഒരു പിശാചുണ്ട്. നിങ്ങൾ സ്തുതിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം വരുന്നേ. അല്ല, നിങ്ങൾ സ്തുതിക്കാത്തപ്പോൾ നിങ്ങൾക്ക് ദുഃഖം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്തോഷിക്കാൻ തോന്നുന്നില്ലേലും ഞാനത് സന്തോഷിക്കും. ഞാൻ പറയുന്നത് തന്നെ മനസ്സിൽ നിൽക്കും. സന്തോഷിക്കാൻ തോന്നുന്നില്ല, എനിക്ക് സന്തോഷിച്ചേ പറ്റുന്നു. ഹല്ലേലൂയ. എന്റെ ഉള്ളിലെ ഭാരം കാരണം യേശു എന്റെ ലൈഫിൽ ഒന്നും ചെയ്യാതെ വരരുത്. ഞാൻ സന്തോഷിക്കും. എപ്പോഴും സന്തോഷിക്കാൻ ദൈവം പറഞ്ഞില്ല, പിന്നെ മാറ്റമില്ല. എപ്പോഴും സന്തോഷിക്കുക. ഹല്ലേലൂയ. അവൻ പറഞ്ഞില്ല, പിന്നെ ചെയ്യുന്നത് എന്തുവാ? അവൻ എനിക്ക് വേണ്ടി കരുതുന്നതാകിയാൽ എന്റെ സകല ചിന്താകളും ഞാൻ അവന്റെ പേരിടും. എനിക്ക് ഭാരപ്പെടാൻ മനസ്സിൽ. ഞാൻ പറയാം, പിശാച് മോഷ്ടിക്കാൻ വരുന്നത് വചനമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഭാരം ഇട്ട വചനം മോഷ്ടിക്കാനാവും വരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ഭാരം വരുമ്പോൾ ഓർത്തോണം, പിശാച് പണി ആരംഭിച്ചു. ഇല്ല, ഞാൻ സന്തോഷിക്കും. ഞാൻ സന്തോഷിക്കാം. എന്റെ ഉള്ള ആനന്ദിക്കുവോളം ഞാൻ സന്തോഷിക്കും. ഞാൻ ആരാധിച്ച് ഹല്ലേലൂയ. മടുക്കാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ യേശുവിന്റെ പ്രിയ പൈതല. ഹല്ലേലൂയ. അങ്ങനെ മടി പിടിച്ചിരിക്കാൻ എന്നെ കിട്ടത്തില്ലെന്നേ. ആമേൻ. ഹല്ലേലൂയ. ആ പരിപാടി ഇല്ല. ഞാൻ തുള്ളി ചാടി സന്തോഷിക്കും. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? അടുത്ത വാക്കിൽ വായിച്ചു നോക്കാം. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. നിങ്ങൾ സ്തുതിക്കുമ്പോൾ പിശാച് തോൽക്കും. നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ വിഷയം തീരും. വിഷയം തീർന്നിട്ട് സ്തുതിക്കാനാണെങ്കിൽ നിങ്ങളുടെ വിഷയം തീരത്തില്ല. നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിൽ അറുതി വരും. വലിയ വിഷയമാണോ സ്തുതിച്ചോ? നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. മൂന്ന് സൈന്യം ഉണ്ടോ? നിങ്ങൾ എതിരെ വരുക. തനിക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല, തന്റെ സൈന്യം വെച്ച് തോൽപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ കഴിയാത്തതിനെ സാധിപ്പിക്കാൻ കൂടെ ഒരാളുണ്ടെങ്കിൽ, ഒരാൾ ആരെന്നറിയോ? യേശു നിങ്ങളുടെ കൂടെ. ആമേൻ. നിങ്ങൾക്കെതിരെ എന്നാ വന്നെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അത് നിങ്ങൾക്കെതിരെ നിൽക്കത്തില്ല. നിങ്ങൾ സ്തുതിച്ചു, നിങ്ങൾ സ്തുതിച്ചു. നിങ്ങളുടെ വിഷയത്തിൽ നോക്കി നിങ്ങൾ സ്തുതിച്ചു. സ്തുതിക്കാനുള്ളതാ. ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള സമയമാണ്. എല്ലാവരും ദിവസം ചാടി എടുത്തേ. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കണം, നമ്മൾ ആരാധിക്കണം. എല്ലാ പേടിയും കേട്ടൊന്ന് ആരാധിക്കണം. ആമേൻ. ഇന്ന് വിഷയം
എത്ര വലുതായിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ, അതിനെ നോക്കി നിങ്ങൾ ആരാധിച്ചു. Stand still and see the salvation of the Lord. യഹോവയുടെ രക്ഷകാലാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. മിശായിന്റെ ഭക്ഷണകാലാണ്. രക്ഷ എന്ന വാക്ക് ഹീബ്രുവിൽ യേശുവിന്റെ പേരാണ്. ആമേൻ. യേശുവിനെ കണ്ടാൽ മതി. യേശുവിനെ കണ്ടാൽ മതി. ബ്രദർ, യേശുവിനെ കണ്ടാൽ എങ്ങനെ വിടുതൽ നടക്കുന്നത്? നടക്കുമെന്ന് കണ്ടു നോക്കും. കണ്ടു നോക്ക്, കണ്ടു നോക്ക്. കണ്ണുകളടച്ച്, കണ്ണുകളടച്ച്. സ്തുതി, ഞങ്ങൾ സ്തുതിക്കും, ഉല്ലസിക്കും, ആനന്ദിക്കും. ഒരു സാഹചര്യത്തിലും എന്നെ കുലുക്കാൻ കഴിയത്തില്ല. നടക്കത്തില്ലെന്ന് പറയുന്നതായിരിക്കും, നാട്ടുകാർ മുഴുവൻ പറഞ്ഞതായിരിക്കും നടക്കത്തില്ലെന്ന്. ഇല്ല, എന്താണ് ഞാൻ സ്തുതിക്കും, എന്താണ് ഞാൻ സ്തുതിക്കും. എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം എന്റെ സ്വഭാവം അങ്ങനായി പോയി, എന്റെ സ്വഭാവം അങ്ങനായി പോയി. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. എന്റെ സ്വഭാവം അങ്ങനായി പോയി. കരകളെല്ലാം അടിച്ചോണ്ട്, കരകളെല്ലാം അടിച്ചോണ്ട് ഭാഷയിൽ ഒതുക്കി വെക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറഞ്ഞ പോലെ ജീവജല നദികൾ. ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിൽ ആ നിറവുണ്ട്. നിങ്ങളുടെ കല്ലൊക്കെ വെച്ചാൽ കല്ലൊക്കെ മാറ്റി വെച്ചിട്ട് സന്തോഷം വെറുതെ എന്തിനാ ഭാരങ്ങളൊക്കെ മാറ്റിക്കേ. ഇന്ന് നിങ്ങൾ തുള്ളിച്ചാടും, ഇന്ന് നിങ്ങൾ സന്തോഷിക്കുമ്പോ ഞാൻ പറയാം, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വിടുതലുകൾ നാളായിട്ട് പ്രാർത്ഥിച്ചായിരിക്കും, നടക്കുന്നില്ലായിരിക്കും. എന്നാൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുക. അത് യേശുവിന്റെ വഴിയാണ്, യേശുവിന്റെ വഴിയാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നാൽ ആർക്കും നടക്കാൻ കഴിയത്തില്ല. യേശു തുറക്കാനും കഴിയത്തില്ല. എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ എന്റെ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായ യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം സൗഖ്യമാണ്, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം സൗഖ്യമാണ്, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമത്തിൽ. ഇങ്ങനെ ഒപ്പിച്ചാരാധിക്കുന്ന കാര്യം എന്താ പറഞ്ഞേ? തുള്ളിച്ചാടി, തുള്ളിച്ചാടി, തുള്ളിച്ചാടി. എന്നത്തിനിരിക്കുക വിശേഷം നോക്കി. സ്വർഗീയൻ തന്നെയാണോ? സ്വർഗീയൻ തന്നെയാണോ? ആരാധിക്കാനല്ല ഞാൻ പറഞ്ഞേ. തുള്ളിച്ചാടി എന്നെ കേൾക്കുന്ന ആരും ആയിക്കോട്ടെ. ഇന്ന് നിങ്ങൾ ഇവിടെ നിറഞ്ഞ് സന്തോഷിക്കുമ്പോൾ നിറം നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, ഉള്ളിൽ നിന്ന്, ഉള്ളിൽ നിന്ന്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന്. ആരാ പറഞ്ഞ നിങ്ങളുടെ കുളത്തിലെന്ന്? ആരാ പറഞ്ഞ നിങ്ങളുടെ പച്ചത്തിലെന്ന്? നിങ്ങളെ കൊണ്ട് തന്നെ, നിങ്ങളെ കൊണ്ട് തന്നെ. പേടിയാണോ? ഹല്ലേലൂയ, പേടിയാണോ? നിങ്ങളെ തന്നെ യേശു വിളിക്കുന്നത്? പേടിയാണോ?
ഹല്ലേലൂയ. നിങ്ങളെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. നിങ്ങളെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. തകർന്നിരിക്കുവാണോ? നിങ്ങളെ കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. ഒരു പൈസ എടുക്കാനില്ലായിരിക്കും. നിങ്ങളെ കൊണ്ട് കർത്താവാൻ കാര്യങ്ങൾ എല്ലാത്തിനും കൊടുക്കുവാൻ തക്കവണ്ണം, എല്ലാ നല്ല പ്രവർത്തനങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു കിങ്ഡം ഫൈനാൻസ് ഉണ്ടാക്കുന്നില്ല. കൊടുക്കും 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 കൊടുക്കും. ഹല്ലേലൂയ. അളവ് പോലെ കൊടുക്കും. ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ എന്നോട് ദൈവം കാണിക്കും. എന്നോട് കാണിക്കുന്നേ, എന്നോട് കാണിക്കുന്നേ. ഹല്ലേലൂയ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ